ഹലോ ഗൈസ്, അപ്പോൾ പിന്നെയും കുറച്ച് പെട്ടികളായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അതേ വില്ലുമുണ്ട്. നമ്മുടെ പൂച്ച സാറിന് ഭയങ്കര ഫാൻസാണ്. എവിടെ പെട്ടിയുണ്ടോ അവിടെ നമ്മുടെ വില്ലുണ്ടാവും. അതൊക്കെ പോട്ടെ. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ റീസ്റ്റോക്ക് ഒക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. വേണ്ടാന്ന് കണ്ണടച്ച് കാണിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്. ഡോക്ടർ ഷത്തിന്റെ ഹൽദി ആൻഡ് ഹൈലോണിക് ആസിഡ് ആണ്. ഇതിന്റെ ചെറുതായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് പെട്ടെന്ന് തീർന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാനൊരു 125 ഗ്രാം അങ്ങോട്ട് റീസ്റ്റോക്ക് ആക്കി ഗൈസ്. നമ്മുടെ അടുത്ത ഐറ്റം വന്നിട്ട് ബെയർ അനോട്ടമിയുടെ ഒരു ഷാമ്പു ആണ്. ഇത് റീസ്റ്റോക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അവരുടെ ആൻറ്റി ഹെയർ ഫാൾ ഷാമ്പു ആയിരുന്നു. ഇത് അവരുടെ റോസ്മേരി ആൻഡ് കോക്കനട്ട് മിൽക്ക് ഹൈഡ്രേറ്റിംഗ് ഷാമ്പു ആണ്. ഇത് ഞാൻ യൂസ് ആക്കിയിട്ട് റിവ്യൂ പറയാം. അടുത്ത ഐറ്റമിൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. ഇതിൻ്റെ പാക്കിംഗ് തന്നെ നോക്കിയാൽ നല്ല ഭംഗിയിൽ ഒരു ഹാമ്പറൊക്കെ തുറക്കണ പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ഇത്രയും മനോഹരമായ പെട്ടിങ്ങനെ അലങ്കോലമായി തുറന്നതിന് ശേഷം ഇതിൽ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ C+E+ 16% ഫേസ് സെറം ആണ് ഗൈസ്, മിനിമലിസ്റ്റിൻ്റെ. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സെറം. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാനിതിൻ്റെ ചെറിയ ബോട്ടിലായിരുന്നു വാങ്ങിക്കാറുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഗൈസ്, അത് വെറും നഷ്ടമാണ്. അപ്പോൾ സ്മിറ്റലിൽ നല്ലൊരു ഓഫർ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ഒരു 100 ml ഒരു ബോട്ടിൽ തന്നെ അങ്ങോട്ട് മേടിച്ചു. നല്ല ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 rupees ഓഫ്. അപ്പോൾ നിങ്ങൾ ഈ വിഷ് കെയറിൻ്റെ ഈ ഒരു സെറം മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്മിറ്റിനിൽ നിന്നൊന്ന് നോക്കി നോക്കട്ടെ, നല്ല ഓഫർ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് അടുത്ത വീട്ടിൽ വരുന്നവരേക്കും ബൈ.